സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ മഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ മോള് കാരണം മോളുടെ ഒരു കൂട്ടുകാരി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. അത് ശരിയാണോ? മരിച്ചുപോയ ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നോ? ആ പെൺകുട്ടിയുടെ ഗർഭത്തിന് ഉത്തരവാദിയായ ആളെയാണോ നീ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നത്? സത്യമാണ്. പക്ഷേ അവളുടെ മരണത്തിന് കാരണം ഞാനല്ല, അവനാ, രഘുറാം. എന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചവൻ എന്റെ ലച്ചുവിന്റെ പ്രിയപ്പെട്ടവനാണെന്നും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അയാളാണെന്ന് എന്റെ കല്യാണത്തിന് തൊട്ട് മുമ്പാ ഞാൻ അറിഞ്ഞത്. അല്ല അല്ല, എന്റെ രഘുവേട്ടനല്ല അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ. ഞാൻ വിശ്വസിക്കില്ല. അവൾക്ക് ആള് തെറ്റിയതാ. എന്റെ രഘുവേട്ടൻ ഒരിക്കലും അവളെ നല്ല ആരെയും വഞ്ചിക്കില്ല. അവൾക്ക് തെറ്റ് പറ്റിയതാ. അല്ലേ സോഫി? അവൾക്ക് തെറ്റ് പറ്റിയതല്ലേ? അവൾക്ക് തെറ്റ് പറ്റിയതാ. അവൾക്ക് തെറ്റ് പറ്റിയതാ.
നിനക്ക് തോന്നുന്നുണ്ടോ അവളുടെ റാം എന്റെ രഘുവേട്ടനായിരിക്കും? ഒരു നിമിഷം. അയാളെ കുറിച്ചുള്ള ഒരു ഓർമ്മകളും ഇനി എന്റെ മനസ്സിൽ ബാക്കി വെച്ചുവിടാം. ഇതോടെ കൊണ്ടുപോയിക്കൊള്ളൂ. വേണി, അവള് സൂയിസൈഡ് ചെയ്തു. രഘുറാം അവളുടെ കുഞ്ഞിന്റെ അച്ഛനാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. എന്റെ ലച്ചു ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. പക്ഷേ എല്ലാം വൈകിപ്പോയി. വിവരം അറിഞ്ഞ് ഞാനും സോഫിയും കൂടി ലച്ചുവിന്റെ വീട്ടിലെത്തിയപ്പോ എന്റെ ലച്ചോ, ഇനി ആ പേര് പറഞ്ഞാൽ നിന്റെ മുഖത്ത് ഞാൻ ആട്ടും. അവളുടെ കൂടപ്പിറപ്പാണെന്നും പറഞ്ഞ് അവളെ രക്ഷിക്കാന്നും പറഞ്ഞ് അന്ന് ഇവിടെ വന്ന് വലിയ വീമ്പിളക്കി പോയിട്ട് ഇപ്പൊ വന്നിരിക്കുക അവൾക്ക് ആത്മശാന്തി നേരാൻ. അവളുടെ ആത്മാവ് നിന്നെ ഇപ്പൊ ശപിക്കുന്നുണ്ടാവും. അത്രയ്ക്ക് ക്രൂരതയല്ലേ നീ ഇവളോട് കാണിച്ചത്? എനിക്ക് കേൾക്കട്ടെ നിന്റെ വർത്തമാനം. എന്റെ സീതയോട് കാണിച്ച ഈ ചതിക്ക് നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒന്ന് പോകുന്നുണ്ടോ എന്റെ മുന്നിൽ നിന്ന്? ഞാൻ ഒരു കൂടപ്പറപ്പിനെ പോലെ സ്നേഹിച്ച ഒടുവിൽ എന്നെ വിട്ടു പിരിഞ്ഞ എന്റെ ലച്ചുവിന്റെ മുഖം, എന്നെ അവളെയും ചതിച്ച ആ വൃത്തികെട്ടവന്റെ മുഖം, ആ ഓർമ്മകൾ എല്ലാം എന്നെ വല്ലാതെ തളർത്തി കളഞ്ഞു. പിന്നൊരു നിമിഷം പോലും നാട്ടിൽ നിൽക്കണമെന്നില്ലാതായി എനിക്ക്. പോരാത്തതിന് എന്റെ വിവാഹം മുടങ്ങിയതിന്റെ പേരിൽ അച്ഛനും നാട്ടുകാരും മുന്നിൽ തലയുയർത്തി നടക്കാൻ വയ്യാത്ത അവസ്ഥ വരെയായി. പിന്നൊന്നും ആലോചിച്ചില്ല അമ്മായി. ജനിച്ചു വളർന്ന നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് അവിടം വിട്ടു പോന്നു. മോളെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇതൊക്കെ ചോദിച്ചത്. ചോദിച്ചത് നന്നായി അമ്മായി. അവസരം വരുമ്പോ അമ്മായിയോട് എല്ലാം തുറന്നു പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പോഴാ മനസ്സിന് ആശ്വാസമായത്. മോള് വിഷമിക്കണ്ട മോളെ. എല്ലാം മറന്ന് ജീവിക്കണം. തന്റെ അടുത്തോടുകൂടി ജീവിക്കണം. അമ്മായിയെ കണ്ടില്ലേ? കേശവേട്ടൻ മരിച്ചിട്ടും അമ്മായി തോറ്റില്ല. ജീവിക്കുന്നില്ലേ എന്റെ മക്കൾക്ക് വേണ്ടി? ജീവിച്ചോണ്ടിരിക്കയല്ലേ? മോള് ധൈര്യമായിട്ടിരിക്കണം. മോക്ക് നല്ലതേ വരൂ. മോക്ക് ദൈവം നല്ലതേ വരുത്തു. ഇന്ദവിടെ വന്നിട്ട് ഇന്ന് അവളെ കണ്ടേയില്ല. അവൾ അപ്പുറത്തുണ്ട്. ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം. ഈശ്വര, എല്ലാരും നന്നായിരിക്കണേ. ആവശ്യത്തിനൊരു സാധനം കിട്ടില്ല. ഒരു ലിപ്സ്റ്റിക് ഇല്ല, കൺമഷിയില്ല, ചാന്തില്ല. എന്ത് ഗോപേട്ടൻ വാങ്ങി തന്നാലും അപ്പ അവൾ അടിച്ചു മാറ്റും. ആ നന്ദിനി പൂതന എനിക്കിഷ്ടല്ല അവളെ. എങ്ങനെയാണാവോ അവളെന്റെ അനിയത്തിയായത്? നന്ദിനി കുറ്റം പറയാൻ നിൽക്കണ്ട. ഇന്ദുവിന് വേണ്ടതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്.
സന്തോഷായില്ലേ? ശ്ശൂ, നല്ല ചേച്ചി. പക്ഷെ ഒരു കാര്യം ചേച്ചി മറന്നു. അതെന്താ? എന്റെ ഗോപേട്ടനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നില്ലല്ലോ. ഇനിയിപ്പോ ഉടനെ കൊണ്ടുവരില്ലേ? ഗോപേട്ടനെ കണ്ടിട്ടാ ഞങ്ങൾ വരുന്നത്. സത്യം? സത്യം. കണ്ടുന്ന് മാത്രമല്ല, ഇന്ദുവിനെയും അമ്മിക്കുട്ടിയും പ്രത്യേകം അന്വേഷിക്കുകയും ചെയ്തു. എന്നിട്ടെന്താ കൊണ്ടുവരാഞ്ഞ? അങ്ങനെ ധൃതി കൂട്ടിയാലോ? അതൊക്കെ സമയാവുമ്പോ ഈ ചേച്ചി കൊണ്ടുവരും. പോരെ? അല്ല, അമ്മുക്കുട്ടി എവിടെ? ആർക്കറിയാം? ആ നന്ദിനി പൂതനെ പിന്നാലെ കൊണ്ടുവരുന്ന് എന്റെ മോളെ വഷളാക്കും. സ്വർണ്ണമയൂരം അമ്മായിയുടെ വീട്ടിലെ സ്ഥിതി നന്നായിട്ട് അറിയാലോ മാഷിന്. അതിനിടയ്ക്ക് ഞാനും അച്ഛനും കൂടി വന്നപ്പോ അതും ഒരു ഭാരമായി പാവം അമ്മായിക്ക്. പോരാത്തതിന് അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റും. അദ്ദേഹത്തിന് ഇപ്പൊ എങ്ങനെയുണ്ട്? മരുന്നിന്റെ ബലത്തില് അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പൊതുവെ ഒരു ദുർബല മനസ്സാ അച്ഛൻ്റേത്. ഒരു വിഷമവും താങ്ങാൻ പറ്റില്ല. അപ്പോഴാ ഇങ്ങനെയൊരു രോഗം. മാഷിനെ കാണുമ്പോഴേ അറിയാം ആളൊരു പാവാണെന്ന്. പാവമെന്ന് പറഞ്ഞാ പോരാ, മഹാപാവം. ആയുസ് നീട്ടിക്കിട്ടണമെന്നേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. എനിക്ക് അച്ഛനല്ലേ ഉള്ളൂ. വേണി ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കെ. ഇവിടെ വന്നപ്പോ അമ്മായിയുടെ കഷ്ടപ്പാടുകൾ കണ്ട് അച്ഛന്റെ മനസ്സിന് വല്ലാത്ത വിഷമമുണ്ട്. എന്തെങ്കിലും അവരെ ഒന്ന് സഹായിക്കാന്ന് വെച്ചാ അച്ഛനാകെ കിട്ടുന്നത് ചെറിയൊരു പെൻഷനാ. അതുകൊണ്ട് മരുന്നിന് പോലും തികയില്ല. പിന്നെ എങ്ങനെ അമ്മായി സഹായിക്ക? ഹരിമാഷ് സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടക്കുന്ന ആളല്ലേ. ഒരുപാട് ആളുകളുമായി കണക്ഷൻ ഉണ്ടാവുമല്ലോ. മാഷ് വിചാരിച്ച എനിക്ക് ഒരു ജോലി വാങ്ങിച്ചു തരാൻ പറ്റുമോ? ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാ. നല്ലൊരു ഫേമിൽ ജോലി ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ... എന്താ വേണ്ടെന്ന് വെച്ചാണോ? അതെ, അങ്ങനെ ചില സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടായി. ജോലി മാത്രമല്ല, ജനിച്ചു വളർന്ന നാട് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ടെന്താ? ഇവിടെ വന്നിട്ട് എത്രയെന്ന് വെച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കുക. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാ എല്ലാവർക്കും അതൊരു ആശ്വാസാവൂല്ലോ. എനിക്കും. വേണി വിഷമിക്കാതിരിക്കെ. എന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും തനിക്കുണ്ടാവും. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. എന്തെങ്കിലും ഒരു ജോലി പോരല്ലോ. വേണിയുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ളൊരു ജോലി വേണ്ടേ? ഏയ്, അങ്ങനെയൊന്നുമില്ല മാഷേ. തൽക്കാലം ഒരു സെർവവേ. ഒന്ന് പിടിച്ചു നിൽക്കണം. തോൽക്കാൻ ഇനി വയ്യ. എങ്ങനെ മുന്നോട്ട് പോയേ പറ്റൂ. എന്ത് ജോലിക്ക് ഞാൻ തയ്യാറാ. ആ ഒരു മനസ്സ് തന്നെയാ തന്റെ ഏറ്റവും നല്ല പ്ലസ് പോയിന്റും. ധൈര്യമായിരിക്കെ, നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. മാഷിനെ ഞാൻ ബുദ്ധിമുട്ടിക്കാണല്ലേ? ഹേയ്, ബുദ്ധിമുട്ടോ? ഇതൊക്കെ ഒരു സന്തോഷമാ വേണി. താങ്ക്സ്. അച്ഛൻ മരുന്ന് കഴിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പോട്ടെ. അമ്മു, അമ്മു, അമ്മു. ഈ പെണ്ണിത് എവിടെ പോയി കിടക്ക? അമ്മു, അമ്മു, അമ്മു. ആഹാ, നീ ഇത് ഇവിടെ നിൽക്കായിരുന്നോ? എന്നാലും എന്റെ മോളെ, നീ അമ്മയെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അമ്മ എവിടെയൊക്കെ നോക്കിന്നറിയോ?
മോക്ക് മാമുണ്ടേ? അതെന്താടാ? മാമുണ്ടില്ലെങ്കില് എന്റെ മോക്ക് വിശക്കില്ലേ? ഇതിന്ന് 1-2 ഉരുളെങ്കിലും. അമ്മയുടെ ചക്കരയല്ലേ? ദേ ഇതുണ്ടാ. അമ്മ മോക്ക് മിക്കി മൗസിന്റെ കഥ പറഞ്ഞു തരുമല്ലോ. ടെഡി ബെയറിനെ വാങ്ങിച്ചു തരാം. വൈകുന്നേരം അമ്മയും മോളും കൂടി ചിൽഡ്രൻസ് പാർക്കിൽ പോകാം. എനിക്ക് വേണ്ട അമ്മേ. എന്താടാ അമ്മുക്കുട്ടി? ദേ അമ്മുക്കുട്ടി ഉണ്ടില്ലെങ്കിൽ അമ്മ ഒന്നും കഴിക്കില്ല. വേണ്ട, കഴിക്കണ്ട. അമ്മ പട്ടിണി കിടന്ന് ചത്താ അമ്മുക്കുട്ടിക്ക് സങ്കടാവില്ലേ? അമ്മ ചത്താ പിന്നെ അമ്മുക്കുട്ടിക്ക് വേറെ ആരാ ഉണ്ടാവുക? അമ്മ ചത്ത എനിക്കൊരു സങ്കടവും ഇല്ല. അമ്മുക്കുട്ടിക്ക് അമ്മൂമ്മ ഉണ്ടാവല്ലോ. അപ്പോ മോക്കമ്മയെ ഇഷ്ടമല്ല അല്ലേ? ഇല്ല, അമ്മ ചീത്തയാ. ഇന്നലെ എന്തിനാ എന്നെ തല്ലിയത്? അത് മോള് കുറുമ്പ് കാണിച്ചിട്ടല്ലേ? അമ്മുക്കുട്ടി ഒരു കുറുമ്പും കാണിച്ചിട്ടില്ല. അമ്മ വെറുതെ പിടിച്ച് തല്ലിയതാ. ഓഹോ, അപ്പൊ അതിന്റെ പിണക്കല്ലേ അമ്മോട്? അതെ, അമ്മുക്കുട്ടി അമ്മയോട് ഇനി മിണ്ടില്ല. എന്നാ ഇനി അമ്മ ഒരിക്കലും എന്റെ മോളെ തല്ലില്ല. അപ്പോഴത്തെ ദേഷ്യത്തിന് അറിയാതെ അടിച്ചു പോയതല്ലേ. സോറി മോളെ. ഇങ്ങനെ പിണങ്ങോത്. വന്ന് ഊണ് കഴിക്ക്. വാ വാ, വന്നേ. ഇവിടെ ഇരിക്ക്. ദാ, ഇത് നോക്കിയേ, നല്ല തൈരും കൂട്ടി കുഴച്ചതാ. അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഉരുളെങ്കിലും വാങ്ങിച്ച് കഴിക്കടാ പ്ലീസ്. അമ്മയുടെ സുന്ദരി കുട്ടിയല്ലേ. എന്നെ ഇനി തല്ലില്ലെന്ന് സത്യം പറ. എന്നാ മോള് കഴിക്കോ? കഴിക്കാം. എന്നാ എന്റെ അമ്മുക്കുട്ടിയാണ്. ശിവപുരത്തെ ദേവരാണ്. ഈ ലോകത്തെ 33 കോടി ദൈവങ്ങളാണ്. അമ്മ ഇനി ഒരിക്കലും എന്റെ അമ്മുക്കുട്ടിയെ തല്ലില്ല. സത്യം സത്യം സത്യം. പോരെ? ഇത്ര വലിയ ഉരുളയൊന്നും അമ്മുക്കുട്ടിക്ക് വേണ്ട. ചെറിയ ഉരുള മതി. പോരാ, വലിയ ഉരുള തന്നെ വേണം. എന്നാലേ അമ്മുക്കുട്ടി തടിച്ച് വലിയ കുട്ടിയാവും. നീ എന്റെ മുഖത്തേക്ക് തുപ്പല്ലേ? കൊന്നു കുഴിച്ചു കൊടുക്കും. ചേച്ചി വിടാൻ. അത് ചത്തു പോവും ചേച്ചി. ഞാനിപ്പോ കണ്ടില്ല, എന്നെ കൊന്നുകളയായിരുന്നല്ലോ. വല്ലാത്ത സൂക്കടന്നെ ഇത്. പിടിച്ച് ചങ്ങലക്കിടിയാ വേണ്ടത്. സ്വന്തം കുട്ടി കൊല്ലാൻ നടക്കുന്ന പിശാച്. പിശാച് ഞാനല്ല, നിന്റെ തള്ള. ആ മുതുക്കി തള്ള. ദേ എന്റെ അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ, പ്രാന്താന്നൊന്നും ഞാൻ നോക്കില്ല. ഒറ്റ വീക്കോ ചേരും. നീ എന്നെ വീക്കോ? എന്നാ കാണണല്ലോടി എനിക്കത്. വാടി, തല്ല് തല്ല്. ചേച്ചി വെറുതെ വേണ്ട. വാടി, തല്ല് തല്ലി കൊല്ല്. തല്ല്. എനിക്ക് ഭ്രാന്തല്ലേ? ചേച്ചി വെറുതെ വഴക്കിന് വരണ്ട. ചേച്ചി പോക്കോ. പോയില്ലേ നീ എന്ത് ചെയ്യോടി? ഇങ്ങനെ ഇരിക്കും എന്നോട് കളിച്ച. അമ്മ അടിച്ചത് കുഞ്ഞമ്മയ്ക്ക് വേദനിച്ചോ? ഇല്ല മോളെ, വേദന മോളുടെ അമ്മ അടിച്ചതിലല്ല, അമ്മയ്ക്ക് ഇങ്ങനൊരു ഗതി വന്നതിലാണ്. പാവം, ബോധം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യില്ലല്ലോ. സാരമില്ല. അമ്മേ, വേണിയില്ലേ ഇവിടെ? ഇല്ലല്ലോ മാസ്റ്ററെ. ജോലിയുടെ കാര്യത്തിന് ആരെയൊക്കെ വിളിച്ചു നോക്കണം എന്ന് പറഞ്ഞ് ദാ ഇപ്പൊ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. എന്താ മാസ്റ്ററെ വിശേഷിച്ച്?
ഞാനും വേണിക്ക് എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. വേണിയുടെ സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പിയും ബയോഡേറ്റയൊക്കെ വാങ്ങാമെന്ന് കരുതി വന്നാ. നന്നായി മാസ്റ്ററെ, അവക്കിപ്പോ ഒരു ജോലി അത്യാവശ്യ. വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നിട്ട് എന്താ കാര്യം? നന്നായിട്ട് പഠിച്ച കുട്ടിയല്ലേ. ഇവിടെ വന്നപ്പം അവകം ഭാരം ഏറിയിരിക്കുക. മുമ്പ് ഗോവിന്ദന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പോ ഞങ്ങളുടെ കഷ്ടപ്പാടുകൂടെ കാണേണ്ട അവസ്ഥയാ. പാവം. എന്നിട്ടും അവള് കഴിയാവുന്ന അത്ര ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അവക്കൊരു ജോലി ശരിയാക്കി കൊടുത്താ മാസ്റ്റർക്ക് 100 പുണ്യം കിട്ടും. നല്ല മനസ്സാ വേണിയുടെ. എപ്പോഴും ഇവിടുത്തെ വിഷമങ്ങളെക്കുറിച്ച് വേണിക്ക് പറയാനുള്ളൂ. ജോലിയുടെ കാര്യത്തിനോട് ഞാൻ പലയിടത്തും ശ്രമിക്കുന്നുണ്ട്. എന്തായാലും വേണി വന്നാ പറഞ്ഞേക്ക്, ഞാൻ അന്വേഷിച്ചു. ശരി. ഇറങ്ങട്ടെ. ആ മാഷേ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ അമ്മേ? ഗോവിന്ദനെയും കൊണ്ട് ആശുപത്രി പോയിരുന്നപ്പോ വേണി നമ്മുടെ ഗോവനെ കണ്ടു. അതെയോ? ആ, എന്നിട്ട് വേണി അത് പറഞ്ഞില്ലല്ലോ. ചെലപ്പം മറന്നതായിരിക്കും. പിന്നെ മാഷും ഗോപനും തമ്മിൽ കൂട്ടുകാരാണെന്ന് അവക്കറിയില്ലല്ലോ. അല്ല, ഇപ്പൊ എന്താ ഗോവന്റെ അവസ്ഥ? വലിയ കഷ്ടത്തിലാ അവന്റെ കാര്യം. എന്തൊക്കെയോ അസുഖം ഉണ്ടെന്നാ കേട്ടത്.